കേരളത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ 43-കാരനാണ് പ്രാഥമിക പരിശോധനയിൽ രോഗബാധ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പൊതുജനങ്ങൾ നിലവിലൊട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രതിരോധത്തിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആരോഗ്യവകുപ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചിരിക്കുകയാണ്. സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഉന്നതതല യോഗങ്ങളും ചേരുന്നുണ്ട്. ഒരു ക്ലീനിംഗ് ജോലിക്കാരനായ രോഗബാധിതന് ഫറൂഖിലുള്ള ഒരു പഴയ കെട്ടിടം ഒറ്റയ്ക്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് വൈറസ് ബാധയേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. ഈ കെട്ടിടത്തിൽ വവ്വാലുകളുടെ കടുത്ത സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നുണ്ട്. ഒരിക്കൽ പനി വന്നു മാറിയ ഇയാൾക്ക് പിന്നീട് ബോധക്ഷയം അടക്കമുള്ള കടുത്ത ലക്ഷണങ്ങൾ പ്രകടമാവുകയായിരുന്നു. രോഗബാധിതൻ മദ്യപിക്കുന്ന വ്യക്തിയായതിനാൽ ഈ ശാരീരിക അസ്വസ്ഥതകൾ മദ്യം കിട്ടാത്തത് കൊണ്ടുള്ള വിഡ്രോവൽ സിംറ്റംസ് ആണെന്ന് ബന്ധുക്കൾ തെറ്റിദ്ധരിക്കുകയും ഇയാളെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഈ യാത്രകളും സന്ദർശനങ്ങളും കാരണം രോഗിക്ക് വിപുലമായ സമ്പർക്കമുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. സമ്പർക്ക പട്ടിക കൃത്യമായി തയ്യാറാക്കി പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയാണ് അധികൃതർ. നിലവിൽ സമ്പർക്കത്തിൽ വന്ന ആർക്കും ലക്ഷണങ്ങളില്ലെങ്കിലും എല്ലാവരോടും കർശനമായി ക്വാറന്റീനിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ചില പൊതുജനാരോഗ്യ വിവരങ്ങളും മുൻകരുതലുകളുമുണ്ട്. ഫ്രൂട്ട് വവ്വാലുകളാണ് ഈ വൈറസിന്റെ സ്വാഭാവിക ഉറവിടം എന്നതിനാൽ അവയുടെ സാന്നിധ്യമുള്ള പഴയ കെട്ടിടങ്ങൾ, കാടുകൾ എന്നിവ വൃത്തിയാക്കുമ്പോൾ നിർബന്ധമായും മാസ്കും ഗ്ലൗസും ധരിക്കാൻ ശ്രദ്ധിക്കണം. വവ്വാലുകൾ കടിക്കുകയോ അവയുടെ വിസർജ്യം വീഴാൻ സാധ്യതയുള്ളതോ ആയ കാട്ടുപഴങ്ങൾ, മരങ്ങളിൽ നിന്ന് വീണ് കിടക്കുന്ന മാങ്ങ, ചാമ്പയ്ക്ക, പേരയ്ക്ക തുടങ്ങിയവ ഒരു കാരണവശാലും കഴിക്കരുത്. കടുത്ത പനി, തലവേദന, ചുമ, ശ്വാസതടസ്സം, തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങളോടെ തുടങ്ങി പിന്നീട് ബോധക്ഷയം, ആശയക്കുഴപ്പം, അപസ്മാരം എന്നിവയിലേക്ക് നയിക്കാവുന്നതാണ് ഈ രോഗം. പനിയോടൊപ്പം മറ്റ് അസ്വാഭാവിക ലക്ഷണങ്ങളോ ബോധക്ഷയമോ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടനടി ഡോക്ടറെ കാണുകയും രോഗിയുടെ സമ്പർക്ക വിവരങ്ങൾ കൃത്യമായി ഡോക്ടറോട് തുറന്നു പറയുകയും വേണം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുന്നത് ശീലമാക്കുന്നതിനൊപ്പം വ്യാജമായ വാർത്തകളും സന്ദേശങ്ങളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഔദ്യോഗിക നിർദ്ദേശങ്ങൾ മാത്രം പാലിച്ചുകൊണ്ട് കൃത്യമായി ജാഗ്രതയോടെ വേണം ഈ സാഹചര്യത്തെ നേരിടാൻ.